ബ്യൂട്ടിഫുൾ സോൾസ്. എക്സ്പെക്റ്റേഷൻ ഓൾവേസ് ഹേർട്സ് എന്നാണ് പറയുക അല്ലേ? പക്ഷേ എക്സ്പെക്റ്റേഷൻ ആണോ നമുക്ക് ഹേർട്ടാവണേ? ടു മച്ച് എക്സ്പെക്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയണം. ശരിക്കും എൻ്റെ ലൈഫിൽ മനസ്സിലായൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ഒരു പക്ഷേ അത് മാത്രമായിരിക്കും ഞാൻ ഈ റോഷ് റിഫ്ലെക്സിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇറ്റ്സ് എ റിഫ്ലക്ഷൻ. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതായത് വേദനാജനകമായ ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ടൈം നമ്മൾ ബെറ്റർ ആവും. ആ സമയം നമ്മൾ ഫെയിലായാലും നെക്സ്റ്റ് ടൈം നമ്മൾ ബെറ്റർ ആവും നമുക്ക് ഉറപ്പുണ്ടാവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു ഡിപ്രഷൻ്റെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെയൊക്കെ ഏകദേശം ഒരു സമാനമായ രൂപത്തിൽ കൂടെ പോയി. ബട്ട് വേഗം തന്നെ ഞാനത് കരകയറി. ബിക്കോസ് എനിക്ക് കുറച്ച് വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ. ഞാനതിൽ നിന്ന് കരകയറി. ആ ഒരു സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇവോക്കായിട്ടുള്ളൊരു തോട്ട് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എക്സ്പെക്റ്റേഷനാണ് എന്നെ ഹേർട്ട് ചെയ്തത്. അതായത് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിലുള്ള എൻ്റെ തോട്ടായിരുന്നു അവിടുത്തെ പ്രശ്നം. വൺസ് ഞാൻ ആ തോട്ട് മാറ്റി പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പെയിൻ മാറി. ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ഹേർട്ടാവാതായി, പേഷ്യൻസ് നമ്മളെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആ എൻജോയ്മെൻറ്റ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ പോലും ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കൊന്നും എന്നെ കൊണ്ടുപോയില്ല. അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ പോലും ഞാൻ ഭയങ്കര എന്താ പറയുക, എന്താ ക്ലൗഡിൽ നിന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയില്ല. ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം വരിക. പക്ഷേ ഒരു നോർമൽ ലെവലിൽ ഒരു പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് എന്താ പറയുക, ആങ്ഷ്യസ് ആവുമോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യില്ല. സെയിം ടൈം നമുക്ക് ആ എൻജോയ് ചെയ്യുന്ന ആ പേഷ്യൻസും എൻജോയ് ചെയ്യാം, വിക്ടറി അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.